നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്ന് മാറുന്ന സ്വഭാവ രീതികൾ കൈകാര്യം ചെയ്യാൻ ഇറാൻ സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടിയതായി റിപ്പോർട്ട്. ട്രംപിന്റെ മാനസികാവസ്ഥ കൃത്യമായി വിലയിരുത്താനും അദ്ദേഹം അയക്കുന്ന സന്ദേശങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി തിരിച്ച് മറുപടി തയ്യാറാക്കാനുമായി രണ്ട് മുതിർന്ന സൈക്കോളജിസ്റ്റുകളെയാണ് ഇറാൻ നിയോഗിച്ചത്. ഡ്രോപ്പ് സൈറ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ട്രംപിന്റെ എടുത്തുചാട്ടമുള്ള പെരുമാറ്റത്തെയും ദേഷ്യത്തെയും മറികടക്കാനാണ് ഇറാൻ ഈ വഴി സ്വീകരിച്ചത്. ട്രംപിന്റെ പെരുമാറ്റ രീതികൾ മുൻകൂട്ടി കണ്ട് സന്ദേശങ്ങൾ തയ്യാറാക്കാനാണ് ചർച്ചകൾ നടത്തുന്ന ഉപദേശക സമിതിയിലേക്ക് ഈ സൈക്കോളജിസ്റ്റുകളെ ഉൾപ്പെടുത്തിയതെന്ന് ഇറാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയപ്പോഴാണ് ഈ വിദഗ്ധരുടെ സഹായം ഇറാൻ തേടുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ നിബന്ധനകൾ കൈമാറാൻ തുടങ്ങിയതോടെ ഇവരുടെ പങ്ക് നിർണായകമായി. ഈ സൈക്കോളജിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം കത്തുകളും സന്ദേശങ്ങളും തയ്യാറാക്കാൻ തുടങ്ങിയതോടെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നല്ല മാറ്റമുണ്ടായതായി ഇറാൻ അവകാശപ്പെടുന്നു. ഭാവിയിൽ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന രേഖകളായതുകൊണ്ട് തന്നെ ഏറെ തന്ത്രപരമായാണ് ഇറാൻ ഈ ചർച്ചകളെ സമീപിച്ചത്. പ്രായമാകും തോറും ട്രംപിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നതായി അടുത്തിടെ പുറത്തുവന്ന റോയിട്ടേഴ്സ് സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. സർവേയിൽ പങ്കെടുത്ത 61% പേരും 80 വയസ്സുകാരനായ ട്രംപിന്റെ പെരുമാറ്റം അസ്ഥിരമാണെന്ന് സമ്മതിച്ചു. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ഉൾപ്പെടുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള സമയത്ത് പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ട്രംപ്. 2025 ജനുവരിയിൽ അധികാരമേറ്റ ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വൻ നികുതി ചുമത്താനും കുടിയേറ്റക്കാരെ അടിച്ചമർത്താൻ കടുത്ത നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം മടിച്ചില്ല. പലരും ജയസാധ്യത കൽപ്പിക്കാതിരുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടതും ട്രംപ് ആയിരുന്നു. എന്നാൽ 4 മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ US-ഉം ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള താൽക്കാലിക ധാരണയിലെത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവെക്കും. ഇറാന്റെ മുഖ്യ ചർച്ചക്കാരൻ മുഹമ്മദ് ബാക്കർ കാലിബാഫും US പ്രതിനിധിയായി വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങിൽ പങ്കെടുക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ പ്രകാരം പശ്ചിമേഷ്യൻ മേഖലയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കാനും സൈന്യങ്ങളെ പിൻവലിക്കാനുമായിരുന്നു ധാരണ. എന്നാൽ അതിർത്തികളിൽ തങ്ങൾ രൂപീകരിച്ചിട്ടുള്ള സുരക്ഷാ മേഖലകൾ ഉപേക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഗസയിലും ലെബനനിലും സിറിയയിലും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് ഇപ്പോഴും ഭീഷണിയാണെന്നും അതുകൊണ്ട് തന്നെ സൈന്യത്തെ പിൻവലിക്കുന്നത് രാജ്യത്തെ വീണ്ടും അപകടത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മേഖലയിലെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പരസ്യ പ്രതികരണം. കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപിന് നെതന്യാഹുവിന്റെ ഈ കടുംപിടുത്തം കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ മെരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നും ഹോർമസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കുമെന്നും അമേരിക്ക ഭയക്കുന്നു. ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായങ്ങൾ നിർത്തിവെക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ് അമേരിക്ക നൽകുമോ അതോ നെതന്യാഹുവിന് മുന്നിൽ ട്രംപ് വഴങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെ കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ നിൽക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ മിന്നലാക്രമണവും ട്രംപിനെ കടുത്ത ദേഷ്യത്തിലാക്കിയിരുന്നു. ട്രംപ് ഫോണിലൂടെ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ ചീത്ത വിളിച്ചതായും അസഭ്യവർഷം നടത്തിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു.